വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ കൂടുതൽ പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിക്കും എന്നാണ് അസ്കന വാർത്ത. വഖഫ് ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമെന്ന് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ പറയുന്നു. കേസ് അടിയന്തരമായി പരിഗണിക്കണമെന്ന അഭിഭാഷകരുടെ ആവശ്യത്തിൽ സുപ്രീം കോടതി ഇന്ന് തീരുമാനമെടുക്കും. വിനിത വിജി ചേരുന്നു. വിനിത, സമാനമായ രീതിയിൽ നിയമ ഭേദഗതിക്കെതിരെയുള്ള ഒട്ടനവധി ഹർജികൾ സുപ്രീം കോടതിയിൽ കാലങ്ങളായി കിടക്കുന്നുണ്ട്. അടിയന്തരമായി പരിഗണിക്കും എന്ന ആവശ്യം അംഗീകരിക്കപ്പെടും എന്ന പ്രതിപക്ഷ പാർട്ടികൾക്ക് പ്രതീക്ഷയുണ്ടോ? വിനീത, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് ഈ CL അടക്കം നിരവധി ഹർജികൾ ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണുള്ളത്. ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായി ലഭ്യമാകുന്ന ഒരു വിവരമനുസരിച്ച് RJD കൂടി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. MP-മാരായ മനോജ് ദാ ഒപ്പം തന്നെ ഫയാസ് അഹമ്മദ് ഇങ്ങനെ രണ്ടുപേരാണ് ഹർജി നൽകിയിരിക്കുന്നത്. ഇത് ഈ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ നൽകുന്ന 14ാമത്തെ ഹർജിയാണ് സുപ്രീം കോടതിയിൽ. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്നത് പോലെ തന്നെ ഇതിലും ഈ RJDയും ഈ ഹർജിയിൽ പറയുന്നത് ഈ വഖഫ് നിയമം ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്നും ഒപ്പം തന്നെ മുസ്ലിം മതവിഭാഗത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് നിയമത്തിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നതെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്നലെ മുസ്ലിം ലീഗും ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു. മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ അടക്കം സുപ്രീം കോടതിയിൽ ഈ കേസ് അടിയന്തരമായി പരിഗണിക്കണമെന്ന കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അക്കാര്യത്തിൽ കോടതിയിൽ നിന്ന് അധികം വൈകാതെ തന്നെ ഒരു അന്തിമ തീരുമാനമുണ്ടാകും. എന്നാണ് ഈ കേസുകൾ പരിഗണിക്കുക എന്ന കാര്യത്തിലടക്കം ഒരു തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതാ ഇന്നിപ്പോൾ RJD കൂടി ഈ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ ഇതിനോടകം തന്നെ ഈ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് 14ാമത്തെ ഹർജിയാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. എല്ലാ ഹർജിയും എങ്ങനെ തീർപ്പാക്കണമെന്നുള്ള കാര്യം അത് സുപ്രീം കോടതി തന്നെയാണ് തീരുമാനിക്കുന്നത്. ഒപ്പം കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ കൂടി സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് നിയമപരമായി ഒരു വശത്ത് ഈ പോരാട്ടം തുടരുമ്പോൾ മറുവശത്ത് ഇന്ത്യ മുന്നണിയുടെ അടക്കം നേതൃത്വത്തിൽ ഡൽഹിയിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ രൂപീകരിക്കാനുള്ള തീരുമാനവും രാഷ്ട്രീയ പാർട്ടികൾ ആലോചിക്കുന്നുണ്ട്. ഹാഷ്മി.